ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ ജീവിതത്തിലെ സംഭവിച്ച ഏറ്റവും വലിയ പരാജയം യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നെങ്കിൽ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാം. എന്തുണ്ടാവും അറിയാലോ. അതായത് നിങ്ങൾ നഷ്ടമെന്ന് കരുതിയ പല സംഭവങ്ങളും യഥാർത്ഥത്തിൽ പ്രകൃതി നിങ്ങളെ അടുത്ത തലത്തിലേക്ക് ഉയർത്താൻ തയ്യാറാക്കിയ ഒരു പദ്ധതി ആയിരുന്നെങ്കിലോ ഒന്ന് ചിന്തിച്ചു നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു ആശയം നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ള പല വിശ്വാസങ്ങളെയും പുതിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കും. ഈ വീഡിയോ ഒരു മതത്തെ തെളിയിക്കാനോ ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യാനോ ഒന്നൊന്നുമല്ല, മറിച്ച് മനുഷ്യന്റെ ഉള്ളിലെ അതിരുകളില്ലാത്ത സാധ്യതയെ മനസ്സിലാക്കാനുള്ള ഒരു പുതിയ കാഴ്ചപ്പാടാണിത്. ആദമിന്റെ കഥ നമ്മൾ മിക്കവാറും കേട്ടിട്ടുണ്ട്. അറിവിന്റെ കനി കഴിച്ചു, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഇതിനെ പലരും ഒരു ശിക്ഷയായിട്ടാണ് കാണുന്നത്. പക്ഷെ ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ, അറിവിന്റെ കനി, അറിവ് കിട്ടിയത് എങ്ങനെയാണ് അത് ശിക്ഷയാവുക? അറിവ് നഷ്ടമാകുന്നതല്ലേ ശിക്ഷ? അറിവ് ലഭിക്കുന്നത് വളർച്ചയുടെ തുടക്കമല്ലേ? അതുകൊണ്ട് ഇതിനെ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാല്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കൽ എന്ന് പറഞ്ഞാല് കംഫർട്ട് സോൺ, അതിൽ നിന്ന് ഗ്രോത്ത് സോണിലേക്കുള്ള മനുഷ്യന്റെ ആദ്യ ചുവടായിരുന്നില്ലേ? അതായത് നമ്മളിപ്പോൾ എല്ലാം തികഞ്ഞ ഒരാളാന്ന് വിചാരിച്ചിരിക്കാന്ന് വിചാരിച്ചോ, പെട്ടെന്ന് നമുക്കൊരു പുതിയ അറിവ് കിട്ടി. അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ് കിട്ടിയ നിമിഷം മുതൽ നമ്മുടെ ഉള്ളിൽ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ, അത് നമ്മൾ ഇതുവരെ എല്ലാം തികഞ്ഞു എന്ന അവസ്ഥ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് പുതിയ അറിവ്. മനുഷ്യന് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം എന്ന് പറഞ്ഞാൽ ശക്തിയാണോ, പണമാണോ, സൗന്ദര്യമാണോ? ആക്ച്വലി ചോദ്യം ചോദിക്കാനുള്ള കഴിവല്ലേ? പണ്ട് ഗുഹയിൽ ജീവിച്ചപ്പോൾ ഇതിനേക്കാൾ മികച്ച ഒരു ജീവിതം സാധ്യമല്ലേ എന്ന് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ ഇന്നെത്തി നിൽക്കുന്ന സ്ഥാനം. എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. ഇതിന് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റില്ലേ? ഇതിനേക്കാൾ നല്ല ഒരു മാർഗമില്ലേ? ഈ 3 ചോദ്യങ്ങളാണ് മനുഷ്യരാശിയുടെ ചരിത്രം തന്നെ മാറ്റിയത്. ചക്രം മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ, തീ കണ്ടുപിടിച്ചത് മുതൽ ബഹിരാകാശ യാത്ര വരെ, ഓരോ കണ്ടുപിടുത്തത്തിന്റെ തുടക്കം ഒരു ചോദ്യമായിരുന്നില്ലേ? ന്യൂറോ സയൻസ് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊരു ചോദ്യം ചോദിച്ചാൽ എന്താ വെച്ചാൽ, നിങ്ങളുടെ തലച്ചോറിലെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന ഫിൽറ്റർ ഉണ്ട്, അത് സജീവമാകുന്നു. അതായത് നിങ്ങളൊരു കാർ വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ച നിമിഷം മുതലാണ് നിങ്ങൾ കാറുകളെ കൂടുതൽ ശ്രദ്ധിക്കുക, അല്ലേ? ആ ചോദ്യമാണ്. അതുവരെ ശ്രദ്ധിക്കാതിരുന്ന വിവരങ്ങൾ പോലും നിങ്ങളുടെ കണ്ണിൽ പെടാൻ തുടങ്ങും, അല്ലേ? അതുകൊണ്ടാണ് ഒരേ നഗരത്തിൽ ജീവിക്കുന്ന 2 ആളുകൾക്ക് 2 ലോകങ്ങളാണ് അവർ കാണുന്നത്. ഒരാൾ പ്രശ്നങ്ങൾ മാത്രം കാണുന്നു, മറ്റൊരാൾ അവസരങ്ങൾ മാത്രം കാണുന്നു. എന്താ കാരണം? ചോദിച്ച ചോദ്യമാണ് അത്. വ്യത്യാസം ലോകത്തിലല്ല, എല്ലാ കാര്യവും ഇങ്ങനെയാ. വ്യത്യാസം അവരുടെ തലച്ചോറിനോട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളിലാണ്. ഈ ലോകം എന്താ ഇങ്ങനെ മോശമായിട്ട് എന്ന ഒരൊറ്റ ചോദ്യത്തിൽ റെക്ടിക്കുലർ ആക്ടിവിറ്റി സിസ്റ്റം എന്ത് ചെയ്യുന്ന വെച്ചാൽ മോശം എന്നുള്ളതിൻ്റെ തെളിവുകൾ അങ്ങ് നിരത്താൻ തുടങ്ങും. എന്നാൽ ഈ ലോകം എത്ര മനോഹരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയാണ് എത്ര മനോഹരമാണ് എന്ന് നമുക്ക്, ഈ ലോകം എത്ര മനോഹരമാണ് എന്ന്, ഈ പ്രപഞ്ചം എത്രമാത്രം സാധ്യതകൾ ഉള്ളതാണ് എന്നുള്ളത് നമ്മുടെ ബ്രെയിൻ നമ്മുടെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം നമുക്ക് കാണിച്ചു തരാൻ തുടങ്ങുക. ഇനി മറ്റൊരു അത്ഭുതം എന്താ വെച്ചാൽ, നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഗൂഗിൾ സെർച്ച് എഞ്ചിൻ പോലെയാണ്. നിങ്ങൾ എന്ത് ചോദിക്കുന്നു, കാരണം ഗൂഗിൾ എന്ന് പറഞ്ഞാൽ അറ്റാവട്ടത്തിലുള്ള സംഭവമല്ലേ. എന്നാൽ നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും മാസീവ് സംഭവമാണ്. നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും ഈ ഗൂഗിൾ വരെ ആ ബ്രെയിനിൽ ചോദിച്ചാണ് ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾ ഓർക്കണം. ആ ചോദ്യം ചോദിക്കുന്ന നിമിഷം മുതൽ അതിന് ഉത്തരം അത് തരാൻ തുടങ്ങും. എനിക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ തെളിവുകൾ ബ്രെയിൻ കണ്ടെത്തി തരും. അതായത് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ള കാര്യങ്ങൾ കാണിച്ചു തരും. എന്ന ചോദ്യം മാറ്റിയിട്ട് എനിക്ക് എങ്ങനെ കഴിയും എന്ന് ചോദിച്ച നിമിഷം മുതൽ അത് പുതിയ വഴികൾ അന്വേഷിക്കാൻ തുടങ്ങും. ചോദ്യം മാറുമ്പോൾ ജീവിതത്തിൻ്റെ ദിശയും മാറുന്നു. ഞാനിപ്പോൾ മറ്റൊരു കാര്യം പറയാം. മനുഷ്യൻ ജനിക്കുമ്പോൾ മനുഷ്യനൊന്നും അറിയില്ല, അല്ലേ? പക്ഷെ എല്ലാം പഠിക്കാനുള്ള ശേഷിയുമായിട്ടല്ലേ ജനിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യന് ഒന്നും അറിയാത്തത്, അല്ലേ? പോത്തിന് നീന്താൻ അറിയാം, പശുക്കുട്ടിക്ക് നടക്കാൻ അറിയാം. എന്നാൽ മനുഷ്യക്കുഞ്ഞിനെ നോക്കിയാൽ അവനൊന്നും അറിയില്ല. പക്ഷെ അവനെല്ലാം ആണെന്നുള്ളതാണ്. അത് അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ അനുസരിച്ചാണ് അവൻ്റെ ജീവിതം സൃഷ്ടിക്കപ്പെടുന്നത്. അത് ദിവസം മുഴുവൻ ആ കുഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കും. ഇതെന്താണ്, അതെന്താണ്, എന്തുകൊണ്ട്, എങ്ങനെ? അതാണ് മനുഷ്യന്റെ യഥാർത്ഥ പ്രകൃതി, ആ കുട്ടിയുടെ പ്രകൃതി. പിന്നീട് സമൂഹം പലപ്പോഴും പറയാൻ തുടങ്ങും, കൂടുതൽ ചോദിക്കണ്ട, അത് അങ്ങനെയാണ്, അത്രേ ഉള്ളൂ, ചുമ്മാരി. ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ പതിയെ ആ ബ്രെയിനിന് ജിജ്ഞാസ കുറയാൻ തുടങ്ങും. ചോദ്യം ചോദിക്കുന്ന മനസ്സ് ഉറങ്ങിപ്പോകുന്നു. അതിന് പകരമായിട്ട് പലരും എഴുതി തന്ന ജീവിതം, എട്ടാവട്ടത്തിലുള്ള ജീവിതം, അതിൻ്റെ ഉള്ളിൽ ഈ ചോദ്യം ചോദിക്കുന്ന മനസ്സിനെ തിക്കിക്കയറ്റാനുള്ള വെപ്രാളമായിരിക്കും പിന്നീട് ജീവിതം. അതോടൊപ്പം ജീവിതവും അതോടൊപ്പം വളർച്ചയും മന്ദഗതിയിലാകുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത വലിയൊരു മുന്നേറ്റം പുതിയൊരു ഉത്തരത്തിൽ നിന്നല്ല തുടങ്ങുക, പുതിയൊരു ചോദ്യത്തിൽ നിന്നായിരിക്കും. കാരണം ശരിയായ ചോദ്യം കണ്ടെത്തുന്ന നിമിഷം ശരിയായ ഉത്തരത്തിലേക്കുള്ള യാത്ര
ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കും. ഞാൻ ഇന്നർ എനർജി ആക്ടിവേഷൻ സിസ്റ്റമിൻ്റെ ആളുകളെ പരിശീലിപ്പിക്കുന്നുണ്ട്. 7:30 എല്ലാ ദിവസവും സൂമിലൂടെ. നിങ്ങളുടെ യഥാർത്ഥ കരുത്ത് നിങ്ങൾക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ, വലിയ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട്, വാട്സപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഈ പരിശീലനത്തിൽ ആദ്യമായിട്ട് മാറ്റുന്നത് അവരുടെ ലക്ഷ്യങ്ങളല്ല, അവരുടെ ചോദ്യങ്ങളാണ്. കാരണം ചിന്ത മാറാതെ ശീലം മാറില്ല, ശീലം മാറാതെ ജീവിതം മാറില്ല. ഞാനൊരു ചെറിയ ടാസ്ക് തരാം നിങ്ങൾക്ക്. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പേപ്പർ എടുത്തിട്ട് അതിലൊരു ചോദ്യം മാത്രം എഴുതുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ വർഷങ്ങളായിട്ട് യാതൊരു സംശയവും കൂടാതെ അംഗീകരിച്ച് ചെയ്തു പോരുന്നൊരു കാര്യം, നിങ്ങളുടെ തൊഴിൽ തന്നെ ആയിക്കോട്ടെ, എഴുതിന് ശേഷം അതിന് ശേഷം വേറൊരു ചോദ്യം കൂടി എഴുതി വെക്കുക. ഇതിനേക്കാൾ മികച്ച രീതിയിൽ എനിക്ക് ചെയ്യാൻ കഴിയുമോ? അതായത് ഈ ജോലിയിൽ എനിക്ക് ഇതിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന മറ്റു മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ഒരു ചോദ്യം ചോദിച്ചിട്ട് വെക്കുക. ഉത്തരം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കേണ്ട ആവശ്യമില്ല. ഈ ചോദ്യം ഉണ്ടല്ലോ, അത് നിങ്ങളുടെ തലച്ചോറിൽ വിത്ത് പോലെ അങ്ങ് കിടക്കും. അത് കുറച്ച് ദിവസങ്ങളിൽ നിങ്ങളുടെ മനസ്സ് തന്നെ ഉത്തരങ്ങളായിട്ട് ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് ശാസ്ത്രീയമായ രീതിയിൽ നിങ്ങളുടെ ബ്രെയിനിന് പുതിയ സാധ്യതകൾ കണ്ടെത്താൻ വേണ്ടി പരിശീലിപ്പിക്കുന്ന ആദ്യ പടി. നമുക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങളെ ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാൻ പോവാം. 3 വയസ്സ് വരെ നിങ്ങൾ ജീവിച്ച ലോകം ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ലോകത്തേക്കാൾ പൂർണ്ണമായും വ്യത്യസ്തമായിരുന്നു അല്ലേ? എന്തുകൊണ്ടാണ് ഒരു ചെറിയ കുട്ടിക്ക് നാണമില്ലാത്തത്? എന്തുകൊണ്ടാണ് ചെറിയ കുട്ടിക്ക് നാണമില്ലാത്തത്? എന്തുകൊണ്ടാണ് അവന് ഭാവിയെക്കുറിച്ച് ടെൻഷൻ ഇല്ലാത്തത്? എപ്പോഴാണ് നമ്മുടെ തലച്ചോറിൽ ഭയം ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നത്? അതിലും പ്രധാനമായി ആ നഷ്ടപ്പെട്ട മാനസിക സ്വാതന്ത്ര്യം വീണ്ടും തിരിച്ചു പിടിക്കാൻ കഴിയുമോ? അറിയണ്ടേ? അതാണ് നമുക്ക് അടുത്ത വീഡിയോയിലെ വിഷയം. ബിലീവ് മീ, വിശ്വസിക്കുക. ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ സ്വന്തം മനസ്സിനെ നിങ്ങൾ ഒരിക്കലും പഴയ രീതിയിൽ കാണില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഓക്കെ, സീ യു ദേർ.